രുദ്രാംഗന മാന്ത്രിക നോവൽ തുടർച്ച അധ്യായം 14. അച്ഛനൊപ്പം മുറിയിലേക്ക് കടന്നപ്പോൾ വിഷ്ണു ഭവ്യതയോടെ എഴുന്നേറ്റു. സ്വാമി ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മുന്നിലെ കസേരയിൽ അയാളിരുന്നു. അല്പം മടിച്ചാണെങ്കിലും കാർത്തികയും ഇരുന്നു. ഇയാൾ വാതിൽ തുറന്ന് അകത്തു വന്നതും എന്നെ കണ്ട് ഓടിപ്പോയതും അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യ ദിവസം വാതോരാതെ സംസാരിച്ചിരുന്ന ഈ കുട്ടി പെട്ടെന്നിങ്ങനെ പെരുമാറിയപ്പോൾ ഞാൻ ആകെ ഭയന്നു. വിഷ്ണു ഇന്ന് ജോയിൻ ചെയ്ത വിവരം ഞാൻ പറഞ്ഞിരുന്നില്ല. അതാണ് കാര്യം. അയാൾ അല്പം ദേഷ്യത്തിലാണ്. കാർത്തികയുടെ മുഖം ഇനിയും തെളിഞ്ഞില്ല എന്ന് കണ്ട് വിഷ്ണു പറഞ്ഞു, സോറി, ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഇന്ന് തിരിച്ചു പോയിട്ട് നാളെ വന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. കാർത്തിക പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോയി. അതുവരെ പിടിച്ചു നിർത്തിയ ദേഷ്യം തീരെ ഇല്ലാതെ അലിഞ്ഞു. അത്രയ്ക്ക് തമാശയൊന്നും വേണ്ട. ഏതായാലും വന്നില്ലേ, ഇനി മാഡം പറയും എന്തു ചെയ്യണമെന്ന്. കാർത്തികയുടെ ആ പ്രസ്താവനയെ അനുകരിച്ച് വിഷ്ണു പറഞ്ഞു, യെസ് മാം. സ്വാമിയും ചിരിയിൽ പങ്കുചേർന്നു. ഇതിനകം കാർത്തിക സാധാരണ ഭാവത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. മോളെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഓഹോ, അങ്ങനെയോ? കാർത്തിക കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, സേ യു ഹാവ് ടു അറ്റൻഡ് 3 days ഓറിയൻറ്റേഷൻ അണ്ടർ മൈ ഗൈഡൻസ്. വിഷ്ണു മറുപടിയൊന്നും പറഞ്ഞില്ല. ഡിഡ് യു ഗെറ്റ് മീ? ഒരു മേധാവിയുടെ ഭാവത്തിലുള്ള കാർത്തികയുടെ സംസാരത്തിൽ അനുകരിച്ച് വിഷ്ണു പറഞ്ഞു, യെസ് മാഡം. സ്വാമിയും ചിരിയിൽ പങ്കുചേർന്നു. ഇരുവരോടും അനുവാദം ചോദിച്ച് തൻ്റെ ഓഫീസിലേക്ക് പോയി. മിസ്റ്റർ വിഷ്ണു, സഗൗരവം കാർത്തിക വിളിച്ചു. പക്ഷേ അത് കൃത്രിമ ഭാവമായിരുന്നു എന്ന് വിഷ്ണുവിന് തോന്നി. വിഷ്ണു ഇരിക്കി. വിഷ്ണു ഇരുന്നയുടനെ കാർത്തികയും മുന്നിലെ കസേരയിൽ ഇരുന്നു. കുറച്ചു നേരം അവൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അർദ്ധഗർഭമായ ഒരു വീക്ഷണത്തിൻ്റെ ശരിയായ പൊരുൾ അറിയാതെ വിഷ്ണു അവളെ തന്നെ ശ്രദ്ധിച്ചു. ഇന്ന് ഓറിയൻറ്റേഷൻ 1ാം ദിവസമാണ്. മാഡം, സിലബസ് എന്താണെന്ന് പറഞ്ഞില്ല. വിഷ്ണുവിൻ്റെ ഭവ്യതയോടുള്ള ചോദ്യം ആസ്വദിച്ച് കാർത്തിക കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നു. സോ ഐ തിങ്ക് ദ ഡേ ഈസ് ഓവർ. വിഷ്ണുവിൻ്റെ ഈ പ്രസ്താവന അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന ഭാവത്തിൽ നിന്നും മനസ്സിലായി. പെട്ടെന്ന് കാർത്തിക പൊട്ടിച്ചിരിച്ചു. വിഷ്ണുവിൻ്റെ ചുണ്ടിലും ചെറിയൊരു ചിരി പ്രത്യക്ഷമായി. എൻ്റെ മാഷേ, ഇത്രയെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ മോശമായി പോവില്ലേ? രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതല്ലേ? കാർത്തിക യഥാർത്ഥ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അന്ന് താൻ കണ്ട കുസൃതിക്കുട്ടിയെ വിഷ്ണു അപ്പോഴും മുന്നിൽ കണ്ടു. കാർത്തിക കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് കമ്പ്യൂട്ടറിൽ ഓഫീസ് സംബന്ധമായ ഫയലുകളും മറ്റും വിവരങ്ങളും ഉള്ള ഭാഗങ്ങൾ കാണിച്ച് ഓരോന്നും വിശദീകരിച്ചു. അവളുടെ സാമീപ്യത്തിലൂടെ ഏതോ ഒരു നവ്യമായ അനുഭൂതിയും നിർവചിക്കാനാവാത്ത മാസ്മരികതയും തന്നെ ആവരണം ചെയ്യുന്നത് വിഷ്ണു അറിഞ്ഞു. കാർത്തിക പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സ് മറ്റൊരു മായിക ലോകത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ വിഷ്ണുവിന് ഏറെ തിരക്കേറിയതായിരുന്നു. ജോലി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടങ്ങളിലും മേധാവികളെ സ്വാമി വിഷ്ണുവിനെ പരിചയപ്പെടുത്തി. ഇനി മുതൽ എല്ലാ ആവശ്യങ്ങളും മാനേജറുമായി മാത്രം ഇടപെട്ടാൽ മതിയെന്ന് അറിയിച്ചു. സ്വാമിക്ക് ഇതിനകം തന്നെ വിഷ്ണുവിൻ്റെ കാര്യപ്രാപ്തിയിൽ വിശ്വാസമായി കഴിഞ്ഞിരുന്നു. തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസർമാരെയും വിഷ്ണുവിനെ പരിചയപ്പെടുത്തി. കാർത്തിക എല്ലാ ദിവസവും പതിവ് പോലെ തൻ്റെ ഓഫീസിലെത്തിയിരുന്നു. പക്ഷേ കൂടുതൽ സമയവും വിഷ്ണുവിൻ്റെ കൂടെയായിരുന്നു ചെലവഴിച്ചത് എന്നത് സ്വാമി പ്രത്യേകം ശ്രദ്ധിച്ചു. മോൾ ഈയിടെയായി ഈ പാവം അച്ഛനെ തീരെ ശ്രദ്ധിക്കാറില്ല. പരിഭവം പോലെ എന്നാൽ തമാശയായും സ്വാമി പറഞ്ഞു, അച്ഛാ, വിഷ്ണു പുതിയതല്ലേ, എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമല്ലോ. വേണം വേണം, സ്വാമി ഒന്ന് ഇരുത്തി മൂളിയിട്ട് പറഞ്ഞു. ശരിക്കും നോക്കിക്കൊള്ളേ, പിന്നെ ശ്രദ്ധിച്ചില്ല എന്ന് പറയരുത്. അച്ഛൻ പറഞ്ഞത് എന്തോ മനസ്സിൽ വച്ചാണോ എന്ന് കാർത്തികയ്ക്ക് തോന്നി. ചിലപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ കരുതിയിരിക്കുമോ? തൻ്റെ മനസ്സിലും ചില സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് കാർത്തിക അറിഞ്ഞു. അത് വിഷ്ണുവിൻ്റെ സാമീപ്യത്തിൽ വിവിധ തലത്തിലേക്ക് ചേക്കേറുന്നു. അതെന്തായിരിക്കും? കുറച്ചു നാളുകളിൽ തന്നെ വിഷ്ണു ഓഫീസ് ഭരണത്തിൽ സമർത്ഥനാണെന്ന് ജീവനക്കാർക്ക് തോന്നിത്തുടങ്ങി. കൃത്യസമയത്ത് തന്നെ ജോലിക്ക് വരുന്നതും അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ അയാൾ നടപ്പിലാക്കി. ജോലിസ്ഥലങ്ങളിൽ മിന്നൽ പരിശോധനകൾ നടത്തിയതിൽ വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസങ്ങൾ കണ്ടു. ജോലിക്കാരെയോ അവരുടെ മറ്റാൾക്കാരെയോ സംശയിക്കാൻ കാരണങ്ങളില്ലായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും മതിയായ സുരക്ഷിതത്വം കണ്ടില്ല. വാസുവിൻ്റെ മേൽത്തോട്ടത്തിൽ ഒരു സെക്യൂരിറ്റി വിഭാഗം വിഷ്ണു ഉണ്ടാക്കി.
എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷ ഏർപ്പാടാക്കി. വാസു മുഴുവൻ സമയവും വിഷ്ണുവിൻ്റെ അംഗരക്ഷകനെ പോലെ കൂടെയുണ്ടായിരുന്നു. സ്വാമിക്ക് ഈ പ്രവൃത്തികളും പരിഷ്കാരങ്ങളും സ്വീകാര്യമായി. മിക്കവാറും വീട്ടിൽ ലക്ഷ്മി ദേവിയുമായി ഈ വിശേഷങ്ങൾ സ്വാമി ചർച്ച ചെയ്തിരുന്നു. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായങ്ങളിൽ കാർത്തികയും പങ്കെടുത്തു. പക്ഷേ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒപ്പം അയാൾ തൻ്റെ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും കണ്ടെത്താനായില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് എന്നും ഈ ചിന്ത കൂടുതലായി വരുന്നത്. ഒരു ദിവസം രാത്രി കാർത്തിക സ്വപ്നത്തിൽ വിഷ്ണുവിനെ കണ്ടു. ഉണർന്നിട്ട് പോലും ആ ദൃശ്യം മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് താനൊരു നീലപ്രകാശത്തിൽ എത്തുന്നു. ആ പ്രകാശവലയം തന്നെയും വിഷ്ണുവിനെയും പൂർണ്ണമായി ആഗിരണം ചെയ്ത ഉടനെ വിഷ്ണു കണ്ണു തുറന്ന് പ്രേമാധുരമായി തന്നെ നോക്കി. ആ നിമിഷം പെട്ടെന്നുണർന്നതിനാൽ ബാക്കി കാണാൻ കഴിഞ്ഞില്ല. ഇച്ഛാഭംഗത്തോടെ എന്നും രാത്രി കിടക്കാൻ നേരം അവൾ അതോർക്കുമായിരുന്നു. ബാക്കി കൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആശിച്ചുവെങ്കിലും പ്രാപ്തമായില്ല. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. കാർത്തികയുടെ മനസ്സിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഒന്നു മാത്രം ഉറപ്പായി, താൻ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നു. വിഷ്ണുവിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരുന്നില്ല. കാർത്തികയുടെ സാന്നിധ്യം എന്നും താൻ ആഗ്രഹിക്കുന്നു. 2 മാസമായി ജോലിയിൽ പ്രവേശിച്ചിട്ട്. ഇതുവരെയും മിക്കവാറും ഞായറാഴ്ചകളിൽ വിഷ്ണുവിൻ്റെ ഭക്ഷണം സ്വാമിയുടെ വീട്ടിലായിരുന്നു. വിഷ്ണുവിനെ യാത്രയ്ക്കായി കമ്പനി വക വാഹനവും സാരഥിയെയും സ്വാമി നൽകിയിട്ടുണ്ട്. ഓഫീസിനടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടും വിഷ്ണുവിന് താമസിക്കാൻ നൽകിയിരുന്നു. ഒറ്റയ്ക്കായതിനാൽ വാസുവും വിഷ്ണുവിനൊപ്പമാണ് കഴിയുന്നത്. ഒരു ഞായറാഴ്ച വിഷ്ണു സ്വാമിയുടെ വീട്ടിലെത്തി. പുതിയൊരു വാഹനം വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തനിക്ക് പരിചയമില്ലാത്ത ആരോ വന്നിട്ടുണ്ടാവുമെന്ന ശങ്കയോടെയാണ് അകത്തേക്ക് കയറിയത്. സ്വീകരണ മുറിയിൽ സ്വാമി പത്രം വായിച്ചിരിക്കുന്നത് കണ്ട് പുതുതായി ആരെയും കണ്ടില്ല. വിഷ്ണുവിനെ കണ്ടതും സ്വാമി എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ച് അകത്തെ കസരയിലിരുത്തി. ലക്ഷ്മി, വിഷ്ണു വന്നിട്ടുണ്ട്. അകത്തേക്ക് നോക്കി പതിവ് പോലെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടാലുടനെ ലക്ഷ്മി ദേവി ആവി പറക്കുന്ന ചായയും പലഹാരങ്ങളുമായി എത്തും എന്നറിയാമായിരുന്നു. പക്ഷേ ഇന്ന് അതിന് പകരം കയ്യിലൊരു താലവും അതിൽ കത്തിച്ചു വെച്ച ദീപവുമായി കാർത്തികയും പിന്നാലെ അമ്മയും അകത്തുനിന്ന് വന്നത് വിഷ്ണുവിനെ അത്ഭുതപ്പെടുത്തി. സ്വാമിയുടെ മുഖത്ത് കുസൃതി പൂണ്ട ഒരു ചിരി മാത്രമായിരുന്നു വിഷ്ണുവിൻ്റെ അമ്പരപ്പ് കണ്ടിട്ട്. ദീപം വച്ച തട്ടവുമായി കാർത്തിക അടുത്തെത്തി. വിഷ്ണു അറിയാതെ തന്നെ എഴുന്നേറ്റ് ആ ദീപത്തെ വണങ്ങി. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും പൂജയുണ്ടായിരിക്കുമെന്നാണ് കരുതിയത്. ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്, നിനക്ക് നല്ലതേ വരും. ലക്ഷ്മി ദേവിയുടെ ആശീർവാദം സ്വീകരിച്ച് വിഷ്ണു തലകുനിച്ചു. ഇപ്പോഴും വിഷ്ണുവിന് കാര്യം മനസ്സിലായില്ല അല്ലേ? മോളത് കൊടുക്കൂ. അച്ഛൻ്റെ വാക്ക് കേട്ട ഉടനെ കാർത്തിക തട്ടത്തിൽ നിന്നും വാഹനത്തിൻ്റെ താക്കോലെടുത്ത് വിഷ്ണുവിന് നൽകി. അത് കയ്യിലേക്ക് വാങ്ങുമ്പോൾ സ്വാമി പറഞ്ഞു, കാർത്തിക കൺസ്ട്രക്ഷൻസിൻ്റെ ജനറൽ മാനേജർക്കുള്ള വാഹനമാണിത്. വിഷ്ണുവിൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ വീർപ്പുമുട്ടി. അയാളുടെ കണ്ണിൽ 2 ജലം പൊടിയുന്നത് കണ്ട് സ്വാമി ചേർത്ത് പിടിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു. അല്ല, നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാതെ. ചടങ്ങ് തീർന്നില്ല. സന്തോഷത്തോടെ കാർത്തിക അത് പറഞ്ഞിട്ട് വിഷ്ണുവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. സ്വാമിയും പത്നിയും അവർക്ക് പിന്നാലെ. കാർത്തിക കാറിന് മുന്നിലെത്തി ദീപം തെളിച്ചു നിന്ന തട്ടം ആരതിയായി ഒഴിഞ്ഞു. അതിൽ നിന്നും ഒരു പൂവിതുളവും കുങ്കുമവും എടുത്ത് കാറിൽ തൊടുവെച്ചു. പിന്നെ വിരലിൽ കുങ്കുമം എടുത്ത് വിഷ്ണുവിൻ്റെ നെറ്റിയിലും ചാർത്തി. വിഷ്ണുവിന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. താൻ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുന്നത്. രുദ്രയുടെ വാക്കുകൾ ഓർമ്മിച്ച വിഷ്ണു ആ ദിവ്യരൂപത്തെ മനസ്സാ വണങ്ങി. എല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന സ്വാമിയും പത്നിയും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. ഏതോ ഒരു ഉൾപ്രേരണ പോലെ വിഷ്ണു അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചു. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തി അവരെ അമ്പരപ്പിച്ചു. ഒപ്പം തന്നെ ആനന്ദവും. നിറകണ്ണുകളോടെ സ്വാമിയും പത്നിയും വിഷ്ണുവിനെ ആശീർവദിച്ചു. ആ വികാരഭരിതമായ രംഗത്തെ ലാഘവപ്പെടുത്തിയത് കാർത്തിയുടെ വാക്കുകളാണ്. അനുഗ്രഹം മുഴുവൻ വിഷ്ണുവിന് കൊടുക്കാതെ കുറച്ച് എനിക്ക് കൂടി ബാക്കി വെക്കണേ. പെട്ടെന്നുള്ള ആ വാക്കുകൾ എല്ലാവരെയും കൂട്ടച്ചിരിക്കിടയാക്കി. വിഷ്ണുവിന് ഡ്രൈവിംഗ് അറിയാമല്ലോ അല്ലേ? സ്വാമി ചോദിച്ചു. എല്ലാവരോടുമൊപ്പം വാത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അറിയാം. ജോലിയില്ലാതെ നടന്നിരുന്ന സമയത്ത് അത് പഠിച്ചിരുന്നു. എപ്പോഴാണ് ആവശ്യമെന്ന് അറിയില്ലല്ലോ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഒരാളെ വയ്ക്കാമെന്ന് കരുതിയാണ് ചോദിച്ചത്. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഇനി ഭക്ഷണം കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടി പുതിയ വാഹനത്തിൽ ഒന്ന് യാത്ര ചെയ്യണം. കാർത്തികയുടെ അഭിപ്രായമായിരുന്നു. ശരി, അങ്ങനെയാവട്ടെ, വിഷ്ണു സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. സ്വാമിയും വിഷ്ണുവും സ്വീകരണ മുറിയിലിരുന്നു. കാർത്തികയും അമ്മയും അകത്തേക്ക് പോയതിനു ശേഷം സ്വാമി ചോദിച്ചു, വിഷ്ണു അടുത്ത ആഴ്ചയിലെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്? അതെ,
ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോകാമെന്നാണ് കരുതുന്നത്. അന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ശരി, അങ്ങനെയാവട്ടെ. സ്വാമി എന്തോ ചില നിമിഷങ്ങൾ ചിന്തിച്ചതിന് ശേഷം തുറന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്ര ദർശനത്തിന് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ വീട്ടിലേക്കൊന്ന് കയറുന്നുണ്ടെന്ന് അറിയിച്ചേക്കൂ. വിഷ്ണുവിന് അതിലെന്തോ ഒരു സൂചന ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നലുണ്ടായി. ഈയിടെയായ അത്തരത്തിലുള്ള സംസാരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സംഭവിച്ചതോർക്കുന്നു. അതിൽ പ്രധാനമായത് കാർത്തികയെക്കുറിച്ച് കുറച്ചധികം സംസാരിച്ചതാണ്. അവളുടെ സ്വഭാവത്തെയും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും എല്ലാവരും നൽകുന്ന വാത്സല്യത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞു. ചിലപ്പോൾ ഇതൊരു വിവാഹാലോചനയാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. കാർത്തികയെപ്പറ്റി തനിക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അത് മുഖസ്തുതിയായിരുന്നില്ല, സത്യം തന്നെയായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടി പുതിയ വാഹനത്തിൽ പട്ടണത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി സന്ധ്യയോടെ വീട്ടിൽ തിരിച്ചെത്തി. അത്താഴവും കഴിച്ചിട്ടാണ് വിഷ്ണു സ്വാമിയുടെ വീട്ടിൽ നിന്നും പിരിഞ്ഞത്. പുതിയ വാഹനത്തിൽ തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ആലോചിക്കുകയാണ്, താനിപ്പോൾ എത്ര ഉയരത്തിലെത്തിയിരിക്കുന്നു. എന്തെല്ലാം നേട്ടങ്ങൾ താൻ ആഗ്രഹിക്കാതെ തന്നെ മുന്നിലെത്തിയിരിക്കുന്നു. ആലങ്ങാട്ട് മനയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചു. സർക്കാർ പ്രതിനിധിയുടെ മേൽനോട്ടത്തിൽ നിധിപേടകം തുറക്കപ്പെട്ടപ്പോൾ വിഷ്ണുവിൻ്റെ ഓർമ്മയിലെത്തിയതാണ്. പൂട്ട് തുറക്കാനുള്ള താക്കോൽ മിത്രൻ നമ്പൂതിരിയിൽ നിന്നും വാങ്ങിയത് സർക്കാർ പ്രതിനിധിയാണ്. ആ ക്ഷണം തന്നെ അവരെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ രുദ്ര പറഞ്ഞതുപോലെ എല്ലാം മാഞ്ഞു പോകുമായിരുന്നു. മിത്രൻ നമ്പൂതിരിയോട് താൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ കൂടുതൽ പ്രശ്നമില്ലാതായി. മിത്രൻ നമ്പൂതിരിയുടെ കൂടെ വന്നിരുന്ന ശിവപുരം ക്ഷേത്രത്തിലെ പൂജാരി ശിവപൂജയ്ക്കുള്ള കളമൊരുക്കി അഷ്ടദിക്പാലകർക്കും അർച്ചന നടത്തി. പൂജാന്ത്യത്തിൽ പഞ്ചാക്ഷരി ജപത്തോടെ താക്കോലെടുത്ത് തൻ്റെ നേരെ നീട്ടുകയാണ് അദ്ദേഹം ചെയ്തത്. എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു. പക്ഷെ പൂജാരിക്ക് മാത്രം അതിൻ്റെ പൊരുൾ നിശ്ചയമുണ്ടായി. അതാണ് താക്കോൽ തന്നെ ഏൽപ്പിച്ചത്. താക്കോൽ കയ്യിൽ വാങ്ങുമ്പോൾ മനക്കണ്ണുകളിൽ അനുഗ്രഹാസുരസോടെ നിൽക്കുന്ന സർവാഭരണഭൂഷിതയായ രുദ്രയുടെ രൂപം തെളിഞ്ഞു വന്നു. ശിവസ്തുതിയോടെ വിഷ്ണു എല്ലാ പെട്ടികളും തുറന്നു. രത്നങ്ങളും ആഭരണങ്ങളും അടക്കം അളവറ്റ സ്വത്തുക്കൾ അതിലുണ്ടായിരുന്നു. പൂജാരി കർമ്മം അവസാനിപ്പിച്ച് എല്ലാ പേടകങ്ങളിലും തീർത്ഥം തെളിച്ചതോടെ ദൈവിക ബന്ധനത്തിലായിരുന്ന നിധിപേടകങ്ങൾ സ്വതന്ത്രമായി. സർക്കാർ പ്രതിനിധികൾ ദിവസങ്ങളെടുത്തു അതിൻ്റെ കണക്കെടുക്കാൻ. പോലീസ് സന്നാഹങ്ങളോടെ അവയെല്ലാം അവിടെ നിന്നും കൊണ്ടുപോകുന്നത് കാണാൻ ആലങ്ങാട്ട് നിവാസികളിൽ ഏറെ പേരും സന്നിധരായിരുന്നു. താൻ അവിടെ നിന്നും മടങ്ങുമ്പോൾ മിത്രൻ നമ്പൂതിരിയുടെ കണ്ണുകളിൽ കണ്ട തിളക്കം സന്തോഷമാണോ, തന്നോടുള്ള സ്നേഹമോ വാത്സല്യമോ നന്ദിയോ എന്തായിരുന്നു എന്ന് നിർവചിക്കാനായില്ല. അയ്യർ വക്കീലും സ്ഥലത്ത് കക്ഷിയുടെ പ്രതിനിധിയായും കോടതിയുടെ നിയുക്ത അംഗമെന്ന നിലയിലും ഹാജരായിരുന്നു. അദ്ദേഹവും വിഷ്ണുവിനെ അഭിനന്ദിക്കാൻ മറന്നില്ല. വിഷ്ണുവിന് സ്വയം അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. എല്ലാത്തിനും മൂകസാക്ഷിയായി വേലു ഉണ്ടായിരുന്നു. അയാളുടെ ഭാവം അത്ഭുതമോ ആനന്ദമോ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ ജോലി നഷ്ടപ്പെടുകയാണെന്നതായിരുന്നു. അത് ഗ്രഹിച്ച് മിത്രൻ നമ്പൂതിരിയോട് വേലുവിനെ തന്നെ മനയും പരിസരവുമൊക്കെ നോക്കുന്നതിന് ആളായിട്ട് നിർത്താൻ അനുമതിയാക്കി കൊടുത്തു. സാർ എന്നാലും എന്നെ മറന്നില്ലല്ലോ. അത്രയും മാത്രമാണ് വേലുവിൻ്റെ നാവിൽ നിന്നും വന്നത്. ആ വൃദ്ധനയനങ്ങൾ നിറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിനുള്ള സമ്മാനമായിരുന്നു. വിഷ്ണു ഓടിച്ചിരുന്ന വാഹനം വീടിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ വാസു ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അകത്തേക്ക് കയറ്റി ഉമ്മറത്ത് നിർത്തി അതിൽ നിന്നും ഇറങ്ങിയ തന്നെ കണ്ട് വാസു ചോദിച്ചു, ഇത് സാറിൻ്റെ കാറാണോ? പുതിയതാണല്ലോ. എന്നത്തെയും പോലെ അവനും ഞാനും എൻ്റെ പ്രവൃത്തികളും തന്നെ അത്ഭുതം തന്നെയായിരുന്നു. അതെ വാസു, വാസുവിനും വണ്ടി ഓടിക്കാൻ പഠിക്കണം കേട്ടോ, ആവശ്യം വരും. പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ വാസു ആ വാഹനത്തിൻ്റെ ചുറ്റും നടന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അധ്യായം 25. സൂര്യങ്കാവില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ വീട്ടിൽ ഉത്സവ പ്രതീതിയായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴാനായി പോയത്. കൃഷ്ണനന്ദൻ നമ്പൂതിരി ഒരു സർവ്വ ഐശ്വര്യങ്ങളും ആശംസിച്ച് വിഷ്ണുവിൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിനമാണ് ഇന്ന്, ഈ ദിവസം. വിഷ്ണുവും കാർത്തികയുമായുള്ള വിവാഹ നിശ്ചയം. സ്വാമി പറഞ്ഞതിനനുസരിച്ച് ഞായറാഴ്ച അവർ വീട്ടിലെത്തുമ്പോൾ വിഷ്ണുവിനെ അതിശയപ്പെടുത്തിയത് സ്വാമിയുടെയും പത്നിയുടെയും കൂടെ എത്തിയിരുന്ന സഹോദരൻ സൂര്യകൃഷ്ണനെയും സഹധർമ്മിണിയെയും കണ്ടാണ്. അന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞതാണെന്നാണ് വിഷ്ണു കരുതിയത്. ശരിക്കും അദ്ദേഹം വരാനായാണ് തീരുമാനിച്ചിരുന്നതെന്ന് അറിഞ്ഞില്ല. എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണനന്ദൻ നമ്പൂതിരി കൂടിയെത്തിയതോടെ കാര്യങ്ങളുടെ പോക്ക് ഏകദേശം വിഷ്ണുവിന് മനസ്സിലായി. ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറുന്നതാണ് നല്ലതെന്ന് കരുതി തൊടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ്. പക്ഷെ സൂര്യകൃഷ്ണ തന്നെ പിടിച്ചിരുത്തി.
പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അച്ഛന് ഇക്കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് നിമിഷം കൊണ്ട് മനസ്സിലായി. അകത്തുനിന്നും ശ്രീലക്ഷ്മിയുടെയും സരസ്വതിയുടെയും നോട്ടം അത് ശരിവയ്ക്കുന്നതായിരുന്നു. പിന്നീടെല്ലാം മുറപ്പടി നടന്നു. ഇരു കുടുംബങ്ങളും കൂടിയാലോചിച്ച് കൃഷ്ണാനന്ദൻ നമ്പൂതിരി നിശ്ചയത്തിനുള്ള സമയവും ഔദ്യോഗികമായി നടത്തേണ്ട പെണ്ണുകാണൽ ചടങ്ങും നടത്താനുള്ള തീയതിയും തീരുമാനിച്ചാണ് പിരിഞ്ഞത്. അടുത്ത ആഴ്ച തന്നെ എല്ലാവരെയും തൻ്റെ കാറിൽ കയറ്റി സ്വാമിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാർത്തിയെ ഇഷ്ടപ്പെടാതിരിക്കാനായി ആർക്കും ഒന്നും കണ്ടെത്താനായില്ല. തൻ്റെ സഹോദരിമാർക്കാണ് ഏറ്റവും ആനന്ദം തോന്നിയത്, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ചേട്ടന് ഭാര്യയായി കിട്ടുന്നതിൽ. അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ട ആഹ്ലാദമായിരുന്നു തന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തിയത്. തൻ്റെ ഓർമ്മയിലൊന്നും ഇത്തരത്തിലൊരു ഭാവം അച്ഛനിൽ കണ്ടതായി ഉള്ളിലെത്തിയില്ല. വിഷ്ണു ഇങ്ങനെ ഇരുന്നാലോ, കുറച്ച് കാര്യങ്ങൾ കൂടി ഏർപ്പാടാക്കാനുണ്ട്. ഭദ്രൻ ചിറ്റപ്പൻ്റെ ശബ്ദമാണ് ചിന്തയിൽ നിന്നുണർത്തിയത്. ചിറ്റപ്പൻ്റെ കൂടെ ചെന്ന് അലങ്കാരപ്പണികളിൽ ബന്ധപ്പെട്ടപ്പോൾ മറ്റ് ആലോചനകളൊന്നും ഉണ്ടായില്ല. നിശ്ചയത്തിനുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിലെ മണ്ഡപത്തിലാണ് ഏർപ്പാടാക്കിയിരുന്നത്. എല്ലാവർക്കും വരുന്നതിനും മറ്റും എളുപ്പമായിരുന്നു. കൂടാതെ കാർത്തികയുടെ ഗൃഹപ്രവേശം വിവാഹശേഷം മതിയല്ലോ, അതിനു മുമ്പ് വീട്ടിലെത്തുന്നത് ഒട്ടും ശരിയല്ല. മണ്ഡപത്തിലെ ചുമതലകളെല്ലാം തൻ്റെ സുഹൃത്തുക്കളും കൂടാതെ ശിവരാമനും വാസുവും കൂടെ ഏറ്റിരുന്നതിനാൽ വിഷ്ണുവിന് മറ്റൊരു ചിന്തയ്ക്കും കാരണമില്ലായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി മുഹൂർത്തത്തിന് മുമ്പായി സ്വാമിയും കൂട്ടരും എത്തിയാൽ മതി. അവർക്കായി അമ്പലത്തിലെ അതിഥി മന്ദിരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. തൻ്റെ സഹോദരിമാരെ നേരത്തെ തന്നെ എല്ലാം ഏൽപ്പിച്ച് അങ്ങോട്ടയച്ചു. മുഹൂർത്തത്തിന് മുൻപ് തന്നെ സ്വാമിയും കുടുംബവും വീട്ടിലെത്തി. അവരെ ആചാരപൂർവ്വം മാലയിട്ട് സ്വീകരിച്ചു. മുറപ്രകാരം അവർ കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങളും മധുരപലഹാരങ്ങളും തട്ടം അച്ഛനും അമ്മയും ചേർന്ന് സ്വീകരിച്ചു. അവർക്ക് മധുരവും ശീതളപാനീയങ്ങളും നൽകി. സ്വാമി സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ വിഷ്ണുവിനെ ആലിംഗനം ചെയ്ത് തൻ്റെ ദേഹത്തോട് ചേർത്തു നിർത്തി. വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആ നിമിഷം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാവുന്നതിൻ്റെ ചാരിതാർത്ഥ്യമായിരുന്നു. മുഹൂർത്തത്തിന് മുൻപ് കോവിലിലെത്തുന്നതിനായി എല്ലാവരും വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ നിമിഷം ഏവരെയും അമ്പരിപ്പിച്ച് ഒരു വാഹനം പടിപ്പുരയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ആകാംക്ഷയോടെ നോക്കിയിരുന്ന വിഷ്ണുവിൻ്റെയും കൂട്ടരുടെയും മുന്നിലേക്ക് വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് മിത്രൻ നമ്പൂതിരിയും കുടുംബാംഗങ്ങളുമായിരുന്നു. ഇവരെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചിരുന്നുവെങ്കിലും വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ് നമ്പൂതിരി പറഞ്ഞത്. എങ്കിലും അവരുടെ സാന്നിധ്യം വിഷ്ണുവിന് ഏറെ സന്തോഷമുണ്ടാക്കി. അങ്ങെത്തിയില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. മിത്രൻ നമ്പൂതിരിയെ സ്വീകരിച്ച് വിഷ്ണു പറഞ്ഞു. ഏറെ സന്തോഷമായി. മിത്രൻ നമ്പൂതിരിയെയും പത്നിയെയും സ്വാമിക്ക് പരിചയപ്പെടുത്തി അവർ പരസ്പരം വന്ദിച്ചു. വിഷ്ണുവിൻ്റെ വീട്ടുകാർക്ക് നേരത്തെ തന്നെ അവരെ അറിയാവുന്നതിനാൽ താൻ പറഞ്ഞ ഒരു കള്ളം ശരിയായി തന്നെ സ്വാമിയുടെ മുന്നിൽ നിലനിന്നു. തങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാണ് ഉദയന്നൂർ കോവിലകം എന്നാണല്ലോ സ്വാമിയോട് പറഞ്ഞിരുന്നത്. ഈ കഥയൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതല്ലല്ലോ തെറ്റായി ഭവിക്കാൻ. രുദ്ര എന്ന ദേവസ്ത്രീയുടെ തീരുമാനങ്ങളായിരുന്നില്ലേ, അതെന്നും ശരിയായി തന്നെ ഇരിക്കും. വിഷ്ണുവിൻ്റെ ഹൃദയം മന്ത്രിച്ചു. അച്ഛനും അമ്മയും കൂടി മിത്രൻ നമ്പൂതിരെയും കുടുംബത്തെയും സ്വീകരിച്ച് അകത്ത് കയറ്റി മധുര പലഹാരങ്ങളും ശീതളപാനീയങ്ങളും നൽകി. സമയമായി, ഇനി നമുക്കിറങ്ങാം, ചിറ്റപ്പൻ എല്ലാവരോടുമായി വിളിച്ചറിയിച്ചു. വിഷ്ണു മണ്ഡപത്തിലെത്തി. അവിടെ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഇരിപ്പിടത്തിൽ അച്ഛൻ അയാളെ ഇരുത്തി. പൂജനയന്ത്രങ്ങളും കളവും തയ്യാറാക്കിയിരുന്ന സ്ഥലത്തിന് മറുവശത്തായി ആചാരാനുസരണം കൃഷ്ണനന്ദൻ നമ്പൂതിരിയും സ്വാമി നാരായണൻ നമ്പൂതിരിയെയും ബ്രഹ്മദത്തൻ നമ്പൂതിരിയെയും വിളിച്ചിരുത്തി. പൂജാരി താമ്പൂലമെടുത്ത് ഇരുവരുടെയും കൈകളിൽ കൊടുത്ത് അവർക്ക് നടുവിൽ കളത്തിന് മുന്നിലായിരുന്നു. ഇനി കുട്ടിയെ വിളിക്കൂ. കൃഷ്ണനന്ദൻ നമ്പൂതിരിയുടെ അറിയിപ്പ് കിട്ടിയ ഉടനെ കാർത്തിക മണ്ഡപത്തിലേക്ക് ആനയിച്ചു. രത്നാഭരണങ്ങൾ അണിഞ്ഞ് പട്ടുചേല ചുറ്റി നടന്നു വരുന്ന കാർത്തികയെ അവർക്കിരുവശമായി തൻ്റെ സഹോദരിമാരും. വിഷ്ണു ഒരു നിമിഷം തൻ്റെ സുന്ദരിയെ കണ്ണുവയ്ക്കാതെ നോക്കി. പിന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് തോന്നിയതിനാൽ നോട്ടം പൂജയിലേക്ക് തിരിച്ചു. കാർത്തികി എന്ന നക്ഷത്രത്തിൻ്റെ ഇരുവശവും മറ്റു രണ്ട് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിന്നിരുന്ന തൻ്റെ സഹോദരിമാരും എന്ന് വിഷ്ണുവിന് തോന്നി. അവരുടെ മുഖത്ത് ഇപ്പോൾ കാണുന്ന സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി താൻ എത്ര കാലം കൊതിച്ചിരുന്നു. അച്ഛൻ, അമ്മ, ഇവരുടെ മുഖങ്ങളിൽ കാണുന്ന സംതൃപ്തിയും സമാധാനവും നിമിഷങ്ങളോളം നോക്കിയിരുന്നു. തൻ്റെ സ്വപ്നമായിരുന്ന കുടുംബങ്ങളുടെയും മാനസിക നില അത് തനിക്ക് കൈവന്നിരിക്കുന്നു. കാർത്തിക തൻ്റെ അടുത്ത് വന്നിരുന്നത് വിഷ്ണു ഉൾപ്പുളകത്തോടെ അറിഞ്ഞു. ഇനി ലഗ്നപത്രിക എഴുതുകയല്ലേ? പൂജാരി തൻ്റെ ഇരുവശത്തും ഇരുന്നിരുന്ന സ്വാമിയോടും അച്ഛൻ തിരുമോനിയോടും കൂടാതെ മറ്റു ബന്ധുക്കളോടുമായി ചോദിച്ചു.
ഏവരുടെയും അനുമതിയോടെ പൂജാരി കൃഷ്ണനന്ദൻ നമ്പൂതിരി അഗ്നിക്കുട്ടത്തിലേക്ക് ഹവിസൊഴിച്ച് പൂജ ആരംഭിച്ചു. ലഗ്നാധിപനെയും ദിക്പാലകരെയും പൂജിച്ച് പത്രവും എഴുത്താണിയും എടുത്ത് മുന്നിലെ പീഠത്തിൽ വെച്ചു. വിവാഹ മുഹൂർത്തം, തീയതി, സ്ഥലം, വധൂവരന്മാരുടെയും മാതാപിതാക്കളുടെയും കുടുംബ വിവരങ്ങളടക്കം എല്ലാം വിശദമായി എഴുതി. അവ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വായിച്ചതോടെ നിശ്ചയദാർഢ്യം തുടങ്ങി. സ്വാമിയും അച്ഛനും പരസ്പരം താമ്പൂലം കൈമാറി. കൃഷ്ണാനന്ദൻ തിരുമേനി പൂജ പൂർത്തിയാക്കിയതോടെ അവസാന പാദമായ മോതിരം മാറ്റൽ നടന്നു. വിഷ്ണുവും കാർത്തികയും പരസ്പരം മോതിരം അണിയിച്ചു. സഹോദരിമാർ ഇരുവരെയും സഹായിച്ചു. കാർത്തികയുടെ അണിവിരലിൽ ആംഗുലീയം ധരിച്ചപ്പോൾ ഒരു ദിവ്യതരംഗം തന്നെ വലയം ചെയ്യുന്നതായി വിഷ്ണു അറിഞ്ഞു. ചിരപരിചിതമായ അനുഭൂതി രുദ്രയുടെ സാന്നിധ്യമാണെന്ന് അയാൾ അറിഞ്ഞു. ശേഷം അഗ്നിക്ക് വലം വെച്ച് ഇരുവരും മാതാപിതാക്കളുടെയും പൂജാരിയുടെയും അനുഗ്രഹം സ്വീകരിച്ച് കോവിലിലേക്ക് പുറപ്പെട്ടു. പൂജാസമയമല്ലാത്തതിനാൽ ശ്രീകോവിലിൽ അടച്ചിരുന്നുവെങ്കിലും പുറത്തുനിന്ന് ഇരുവരും കുടുംബാംഗങ്ങളോടൊപ്പം പരമേശ്വരനെ ധ്യാനിച്ചു തൊഴുതു. നിമിഷങ്ങളോളം ധ്യാനിച്ച് കണ്ണു തുറന്ന് ശ്രീകോവിലിന് നേർക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ നയനങ്ങളെ കുളിർപ്പിച്ചത് ആ ദൃശ്യമായിരുന്നു. സർവാഭരണഭൂഷിതയായി രത്നകിരീടവും കയ്യിൽ ത്രിശൂലവുമായി നിൽക്കുന്ന രുദ്രാംഗന എന്ന ദേവീരൂപം മന്ദസ്മിതത്തോടെ തങ്ങളെ കൈയുയർത്തി അനുഗ്രഹിക്കുന്നു. പരിപൂർണമായ സംതൃപ്തിയും ആനന്ദവും ആ കണ്ണുകളിൽ വിഷ്ണു കണ്ടു. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് രുദ്ര പറയുന്നത് വിഷ്ണുവിൻ്റെ കാതുകളിൽ പതിഞ്ഞു. ആ നിമിഷങ്ങൾക്കകം ആ രൂപം കണ്ണിൽ നിന്നും മറിഞ്ഞു. വിഷ്ണു സമീപത്തെ ധ്യാനത്തോടെ കൈകൂപ്പി നിന്നിരുന്ന കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി. രത്നാഭരണങ്ങൾ അണിഞ്ഞു നിന്നിരുന്ന കാർത്തികയുടെ മുഖം രുദ്രയുടേത് തന്നെയെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. വിഷ്ണുവിന് എന്നെപ്പോലെ തന്നെ സാദൃശ്യമുള്ള ഒരു കുട്ടി ഭാര്യയായി വരും. എൻ്റെ സാന്നിധ്യം എന്നും വിഷ്ണുവിനോടൊപ്പമുണ്ടാവും. രുദ്ര പറഞ്ഞത് അയാൾ ഓർമ്മിച്ചു. നിശ്ചയച്ചടങ്ങുകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും കഴിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും പിരിഞ്ഞതിന് ശേഷം മിത്രൻ നമ്പൂതിരി യാത്ര പറയാനായി വിഷ്ണുവിൻ്റെയും മാതാപിതാക്കളെയും അടുത്തെത്തി. ഞാൻ വന്നത് നിശ്ചയത്തിന് മാത്രമല്ല, ഒരു സമ്മാനം തരാനും മറ്റൊരു ചടങ്ങിന് ക്ഷണിക്കാനുമാണ്. എന്നാൽ വീട്ടിലേക്ക് വരിക, ക്ഷണിക്കലൊക്കെ അവിടെ വന്നിട്ടാകാം, അച്ഛൻ പറഞ്ഞു. ഈ സന്നിധിയും അങ്ങേക്ക് വീട് പോലെ തന്നെയല്ലേ, അതുകൊണ്ട് സാരമില്ല. ഇത് പറഞ്ഞിട്ട് അടുത്തുനിന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, വാസുദേവ അതിങ്ങെടുത്തു വരൂ. വാസുദേവൻ പെട്ടെന്ന് തന്നെ ഒരു പെട്ടിയുമായി മടങ്ങി വന്ന് നമ്പൂതിരിയുടെ പക്കൽ കൊടുത്തു. മിത്രൻ നമ്പൂതിരി അത് വാങ്ങി വിഷ്ണുവിനെ ഏൽപ്പിച്ചു. ഇത് ചെറിയൊരു തുകയാണ്. ഉണ്ണിയിലൂടെ എനിക്ക് കൈവന്ന സൗഭാഗ്യത്തിന് ഒരംശം എന്ന് കൂട്ടിക്കൊള്ളൂ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് തുറന്നു. ഉണ്ണി തുറന്നൊന്ന് നോക്കുക. വിഷ്ണു പെട്ടെന്ന് പെട്ടി കയ്യിൽ വാങ്ങി തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ അതിൽ നോക്കി. അതിൽ നിറയെ ഉണ്ടായിരുന്ന പണം ഏവരെയും അത്ഭുതപ്പെടുത്തി. ഇത് ഉണ്ണി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാകും. എല്ലാവരുടെയും സമ്മതപ്രകാരം വിഷ്ണു അത് സ്വീകരിച്ചു. രുദ്രയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മയിലെത്തി. തനിക്ക് ആവശ്യമായി വരുമ്പോഴെല്ലാം ലഭിച്ചിരുന്ന പണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ രുദ്ര പറഞ്ഞിരുന്നല്ലോ, ഇതൊന്നും ഞാൻ സൃഷ്ടിക്കുന്നതല്ല, ഭാവിയിൽ വിഷ്ണുവിന് വന്നു ചേരുന്ന സമ്പത്തിൽ നിന്നും എടുത്തു തരുന്നുവെന്ന് മാത്രം. വിഷ്ണുവിൻ്റെ കണ്ണിൽ ഒരിറ്റു ജലം പൊടിഞ്ഞത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഇനി അടുത്തത് പാർവതിയുടെ വിവാഹം ഉറപ്പിച്ച് വിശദമായി എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ ഇല്ലത്ത് വന്ന് അറിയിക്കാം. ഇത്രയും പറഞ്ഞ് അച്ഛനോടും സ്വാമിയോടും യാത്ര പറഞ്ഞ് മിത്രൻ നമ്പൂതിരി പുറപ്പെട്ടു. വിഷ്ണു ആ പണം അച്ഛനെ ഏൽപ്പിച്ചു. ആ വൃദ്ധനയനങ്ങളിൽ തെളിഞ്ഞത് ആത്മസംതൃപ്തിയായിരുന്നു എന്ന് വിഷ്ണു അറിഞ്ഞു. വന്നു കയറിയത് മഹാലക്ഷ്മി തന്നെയാണ് എന്ന് അച്ഛൻ പറഞ്ഞത് കാർത്തികയുടെ മുഖത്ത് നോക്കിയാണ്. സ്വാമിക്ക് അതിലേറെ സന്തോഷം ഉണ്ടാവാനില്ലായിരുന്നു. അമ്പലമുറ്റത്തു തന്നെ വെച്ച് സ്വാമിയും കുടുംബവും യാത്ര പറഞ്ഞു. വിരഹവേദനയിൽ കുതിർന്ന കാർത്തികയുടെ മുഖം അന്ന് ആദ്യമായി വിഷ്ണുവിൽ നൊമ്പരമുണ്ടാക്കി. മൗനമായി യാത്ര പറയാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഏട്ടാ, ഏതായാലും നാളെ പോകേണ്ടതല്ലേ അങ്ങോട്ട്, അതിപ്പോൾ തന്നെ ആയാലും കുഴപ്പമില്ല. ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ സദസ്സിന് ഹരം പകർന്ന് എല്ലാവരെയും ചിരിച്ചു. കാർത്തികയ്ക്ക് തൊല്ല് ജാളിത തോന്നി. പുഞ്ചിരി വരുത്തിയെന്ന് ഭാവിച്ച് അവൾ അച്ഛനോടൊപ്പം കാറിൽ കയറി. ആ വാഹനം കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവർ നോക്കി നിന്നു. വീട്ടിലെത്തിയ ഉടനെ അച്ഛൻ ചോദിച്ചു, ഉണ്ണി, ഇത്രയും പണം എന്തിനാ അവർ വെറുതെ തരിക? അച്ഛന് ചെറിയൊരു സംശയം പോലെ ഉണ്ടെന്ന് വിഷ്ണുവിന് തോന്നിയിരുന്നു. അച്ഛാ, ഇത് നിയമാനുസരണമുള്ള പണം തന്നെയാണ്. ആലങ്ങാട്ടുമന മിത്രൻ നമ്പൂതിരിയുടെ കുടുംബത്തിന് തിരിച്ചു കിട്ടിയത് എൻ്റെ സഹായത്തിലാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ മനയിലെ സ്വത്ത് ശേഖരം സർക്കാരിന് നൽകിയതിൻ്റെ വിഹിതം നമ്പൂതിരിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അതിലൊരംശം എനിക്കും കിട്ടി.
ശിവശിവ, നല്ല മനസ്സുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ. അദ്ദേഹത്തിനും കുടുംബത്തിനും ഭഗവാൻ നല്ലത് വരുത്തട്ടെ. അച്ഛൻ നിറഞ്ഞാണ് അനുഗ്രഹിച്ചതെന്ന് വിഷ്ണുവിന് മനസ്സിലായി. പണത്തിൻ്റെ വില ശരിക്കും അറിഞ്ഞിട്ടുള്ള അച്ഛന് ഇത്രയും തുക വെറുതെ ആരെങ്കിലും തന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഉണ്ണി, നിനക്ക് ഈ ഇല്ലത്തിൻ്റെ പ്രൗഢി തിരിച്ചു തരാൻ തക്ക പ്രാപ്തിയുണ്ടെന്ന് കൃഷ്ണനന്ദൻ പറഞ്ഞത് പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ചില്ല. ഇപ്പോൾ ബോധ്യമായി. നിറകണ്ണുകളോടെ അച്ഛൻ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു. അകത്തേക്ക് ചെന്നപ്പോൾ സഹോദരിമാരടുത്തുകൂടി. അവർക്ക് ഏറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. കാർത്തികയെക്കുറിച്ചായിരുന്നു അതെല്ലാം. പിന്നെ ആ പെട്ടിയിൽ എത്ര തുകയുണ്ടെന്ന് അറിയാനും. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയ്ക്ക് മുകളിലൂടെ പടിഞ്ഞാറൻ മാനത്തേക്ക് സഞ്ചരിച്ച അസ്തമന സൂര്യൻ അന്ന് ആദ്യമായി സൂര്യങ്കാവ് ഇല്ലത്തിൻ്റെ പടിപ്പുരയ്ക്കൽ എത്തിയപ്പോൾ പൊഴിച്ച ആനന്ദാശ്രൂകണങ്ങളെ ഉമ്മറത്തെ തേന്മാവിനിലകൾ ഏറ്റുവാങ്ങി പുളകം കൊണ്ടു. ചക്രവാളത്തിൽ നിന്നും ഉയർന്നു വന്ന രാവിൻ്റെ ഇരുണ്ട ആവരണത്തിന് അന്ന് പദവിയിലേറെ കുളിർമയുണ്ടായിരുന്നു. അവയുടെ ഊഷ്മളത ഇല്ലത്തെ തൊടിയിൽ വാർന്നു വന്ന വിഷ്ണുവിനെ വേർപ്പേറ്റുവാങ്ങിയിട്ടുള്ള വൃക്ഷലതാദികളും തോട്ടത്തിലെ പുഷ്പങ്ങളും ഏറ്റുവാങ്ങി. രാത്രിയുടെ നിഗൂഢതയ്ക്ക് അന്ന് പതിവില്ലാത്ത മാർദ്ദവമായിരുന്നു. മെത്തയിൽ കാർത്തികയുടെ ഓർമ്മകളും രുദ്രയുടെ അനുഗ്രഹവും ഓർമ്മിച്ച് ഉറക്കം വരാതെ കിടന്ന വിഷ്ണുവിൻ്റെ കാതുകളിലേക്ക് അപ്പോഴെത്തിയ ചിലങ്കളുടെ ശബ്ദം സുഖമുള്ള താളമായി. ഒരു നിമിഷം അയാൾക്ക് ആലങ്ങാട്ട് മനയിലെ തൻ്റെ ആദ്യ ദിനങ്ങൾ ഓർമ്മയിലെത്താൻ അത് കാരണമായി. അന്ന് ആരുമല്ലായിരുന്ന സൂര്യങ്കാവ് ഇല്ലത്തെ വിഷ്ണുദത്തൻ നമ്പൂതിരി ഇന്ന് എത്രയോ ഉയരത്തിലെത്തിയിരിക്കുന്നു. ആ ചിലങ്കകളുടെ ശബ്ദമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഗതിമാറ്റി എഴുതിയത്. മറ്റുള്ളവരെ പോലെ താനും എന്ന് ഭയപ്പെട്ട് ഓടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് ചിന്തയ്ക്കപ്പുറമായി അയാൾക്ക് തോന്നി. ഇത്രയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ടോ വിഷ്ണു? പെട്ടെന്നുള്ള ആ ശബ്ദം വിഷ്ണുവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചു. കട്ടിലിൽ തന്നെ കുസൃതിയോടെ എന്നാൽ വാത്സല്യത്തോടെ നോക്കിയിരിക്കുന്ന രുദ്രയുടെ മുഖത്ത് അന്ന് താൻ ആദ്യമായി ആലങ്ങാട്ട് മലയിൽ വെച്ച് കണ്ട അതേ ഭാവമായിരുന്നു. കട്ടിൽ തലയ്ക്കൽ ചാരിയിരുന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് ചേർന്നിരുന്ന് അവൾ അയാളുടെ ശിരസിൽ തലോടി. വിരലിൽ അണിഞ്ഞിരുന്ന കാർത്തിക അവതരിപ്പിച്ച വൈരമോതിരത്തിൽ സ്പർശിച്ച് രുദ്ര പറഞ്ഞു, ഇനി ഈ ആംഗുലീയമായിരിക്കും എന്നും വിഷ്ണുവിൻ്റെ വിരലിലുണ്ടാവുക. എൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടതാണ് ഇതും. ഇതുപോലെ വിഷ്ണു കാർത്തികയ്ക്ക് അണിയിച്ചതിലും. രുദ്രയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് വിഷ്ണു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇന്നു മുതൽ ഞാൻ അണിയിച്ച ആഭരണം ഉണ്ടാവില്ല. പകരം ഇന്നണിഞ്ഞ ആംഗുലീയത്തിലൂടെ എൻ്റെ ശക്തിയെന്നും വിഷ്ണുവിൻ്റെ കൂട്ടിനുണ്ടാകും. ഞാൻ തന്നെയാണ് ഇനി വിഷ്ണുവിൻ്റെ കൂടെയുള്ളത് കാർത്തികയുടെ രൂപത്തിൽ. വിഷ്ണു സന്തോഷത്തോടെയാണ് ആ വാക്കുകൾ ശ്രദ്ധിച്ചത്. പക്ഷേ ഒരു കാര്യം, വിഷ്ണുവിൻ്റെ കപോലങ്ങളിൽ ഇരുവശങ്ങളിലും മൃദുവായി പിടിച്ചമർത്തി രുദ്ര തുടർന്നു, ഒരിക്കലും കാർത്തികയെ രുദ്ര എന്ന് വിളിച്ചേക്കരുത് കേട്ടോ. അത് കേട്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചു. ഹൃദയം നിറഞ്ഞ സന്തോഷമായിരുന്നു വിഷ്ണുവിൽ നിന്നും പുറപ്പെട്ടത്. വിഷ്ണു സുഖമായി ഉറങ്ങിക്കൊള്ളും. നല്ല സ്വപ്നങ്ങൾ കണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കൂ. ഞാനെന്നും തുണയായി ഉണ്ടാകും. രുദ്ര വീണ്ടും അനുഗ്രഹിച്ച് നിറഞ്ഞ സ്മിതത്തോടെ നീലജ്വാലയായി മറഞ്ഞുപോയി. ഇപ്രാവശ്യം വിഷ്ണുവിൽ എന്നത്തെയും പോലെ രുദ്രയുടെ സാമീപ്യം നഷ്ടമായി തോന്നിയില്ല. പൂർണ്ണമായും ആ ദൈവിക ചൈതന്യം തന്നെ ചുറ്റി നിൽക്കുന്നു എന്ന് അയാൾ അറിഞ്ഞു. നല്ലൊരു ജീവിതത്തെ സ്വപ്നം കണ്ട് സുഖശീതളമായ കുളിർമയിൽ അമർന്ന് ചൈതന്യം തുളുമ്പുന്ന പ്രഭാതത്തിനായി തുടർന്നുള്ള ദിനങ്ങളുടെ ഓർമ്മകളിലൂടെ രുദ്രാംഗനയുടെ സുരക്ഷാവലയത്തിൽ വിഷ്ണു നിദ്രയിലേക്ക് സാവധാനം ലയിച്ചു. പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷം. നമ്മുടെ ഈ നോവൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. നാളെ മുതൽ അപ്പോൾ നമ്മൾ പുതിയൊരു കഥയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി നന്ദി അറിയിക്കാനുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഒരാളുടെ പോലും നമ്മൾ മിസ്സാവാതെ അതിന് കമൻറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കഥയിൽ നിന്നും നമ്മൾ 3 പേരെ ബോട്ട് വെച്ചിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് നമ്മുടെ ഏറ്റവും പുതിയ നോവൽ മരുഭൂമിയിലെ മേൽവിലാസം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. വീണ്ടും നാളെ നമ്മൾ പുതിയൊരു നോവലായിട്ട് വരികയാണ്. നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.